സഫ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എഡിറ്റിംഗ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജേർണലിംഗ് വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. അതാണ് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികം വീഡിയോസിൻ്റെ താഴെയും കാണുന്ന കമൻസാണ് ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യാറ്, ഏതൊക്കെ ആപ്സാണ് യൂസ് ചെയ്യാറെന്നൊക്കെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറ് VN ആണ് കേട്ടോ. എൻ്റെ ഫേവററ്റ് ആപ്പാണ്. സിമ്പിളാണ്, പക്ഷേ വേണ്ട ടൂൾസൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ആദ്യം ഇൻഷോട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ VNൽ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ തന്നെ 5-6 പ്രാവശ്യമൊക്കെ ഇരുന്ന് കാണും കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പരമാവധി ഷോർട്ടാക്കിയിട്ടാണ് ചെയ്യാറ്. ഇനി ഈ ഒരു പാക്കേജ് നമ്മളുടെ ഒരു ഫോളോവർ കുട്ടി അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നത് കാണിക്കാം. അതിനകത്ത് ഇങ്ങനെ ഒരു ക്യൂട്ട് ക്രോഷേഡ് ബൊക്കെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു എസ്തെറ്റിക് ആംബിയൻറ്റ് ടേബിൾ ലാമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അവരുടെ യൂസർ നെയിം ഇവിടെ കൊടുക്കാം കേട്ടോ. എങ്ങനെ പല്ലേക്കാ നോക്കട്ടെ, ബ്രഷ് നോക്കട്ടെ. അങ്ങനെ ഇപ്പോൾ പല്ല് തേപ്പും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു മേസൺ ജാറ് നിറച്ച് വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, എല്ലാവരും ഒരു ബോട്ടിലൊക്കെ കയ്യിൽ കരുതി വെള്ളം കുടിക്കുക കേട്ടോ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഈ വോൾ ഡെക്കോർ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇത് ഞാൻ ഒരുപാട് മുന്നേ കൊറിയൻ എംബസി നടത്തിയ ഒരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റിന് വേണ്ടി ചെയ്തതായിരുന്നു കേട്ടോ. അങ്ങനെ ആ കോൺടെസ്റ്റിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് ആണ് കേട്ടോ കിട്ടിയത്. നല്ല പ്രൈസ് തന്നെ ആയിരുന്നു. എനിക്ക് ഗാലക്സി നോട്ട് 20 ഫോണാണ് കിട്ടിയത്. കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ അതന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചാനലിലെ ഭൂരിഭാഗം വീഡിയോസും ആ ഫോണിൽ ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതൊക്കെയാണ്. സോ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, ഈ വാളിലൊക്കെ ഫോട്ടോസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ പെയിൻ്റ് ഇളകില്ലേ എന്നൊക്കെ. എനിക്കിതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ പെയിൻ്റ് ഇളകുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും കൂടി ഒട്ടിക്കാവും ഞാൻ ചെയ്യാം. എന്നിട്ട് പിന്നെ വീട്ടിൽ നെക്സ്റ്റ് പെയിൻ്റ് അടി ആവുന്ന വരെ നമ്മളത് എടുക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. ഇനി നമുക്കൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവാനുണ്ട് കേട്ടോ. അതെ, ഞാൻ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കസിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വേറെ 2 ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരെത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് റെഡി ആവണം. അപ്പോൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് റെഡിയായി വെച്ചതിൻ്റെ ശേഷമാണ് നമുക്കിനി നമ്മളുടെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ഫസ്റ്റ് കാര്യങ്ങളിലുള്ളതാണ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ പല പ്രോഡക്ട്സും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട്. ബട്ട് അതിൽ എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് ആണ് കേട്ടോ. അതിപ്പോൾ ഞാൻ കുറച്ചധികം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് സ്ട്രെസ് കാരണവും പൊല്യൂഷൻ കാരണം അതുപോലെ തന്നെ ഹോർമോണൽ കാരണമൊക്കെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. കാരണം ഇത് 100% നീമിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് നീമിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. ഞാനിതിൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷ് ആണെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജെൻറ്റിലാണ് ബട്ട് വെരി എഫക്റ്റീവ്. നമ്മളുടെ ഫേസിൽ ഭയങ്കര ജെൻറ്റിലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ മുഖത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വാഷിൽ തന്നെ 99.9% പിമ്പിൾ കോസിങ് ബാക്ടീരിയാസിനെ കില്ല് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് കൂടിയാണ് കേട്ടോ. ക്ലിനിക്കലി പ്രൂവൺ ആണ് കേട്ടോ ആ കാര്യം. പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ കൂടിയാണ്. ആദ്യം വെള്ളം ഉപയോഗിച്ച് മുഖം ഒന്ന് വെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത്. കുറച്ചൊരു സ്മോൾ എമൗണ്ട് ഓഫ് ഫേസ് വാഷ് കയ്യിലെടുത്തിട്ട് ജെൻ്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനിൽ ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം കേട്ടോ. നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് രാവിലെയും രാത്രിയും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി ട്വൈസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് സോപ്പ് ഫ്രീ ആണ്, അതുപോലെ തന്നെ പാരബൻ ഫ്രീ കൂടിയാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ഇനി പിന്നീട് പിമ്പിൾസ് വരുന്നതിനെ തടയാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ പിമ്പിൾ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റ് ഡിസ്കൗണ്ടും ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നൈക്ക, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള വെബ്സൈറ്റ്സിലും ഹിമാലയൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവരുടെ ആപ്പിലും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കണം എന്നുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി.
ഞാൻ മൈലാഞ്ചി ഇടുന്ന സമയത്ത് എപ്പോഴും ഒരു കയ്യിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. കാരണം ഞാൻ തന്നെ ഇടുന്നതായതുകൊണ്ട് ഇടത്തെ കയ്യിൽ മാത്രമേ എനിക്ക് മൈലാഞ്ചി ഇടാൻ പറ്റാറുള്ളൂ. അപ്പോൾ രണ്ട് കയ്യിലും മൈലാഞ്ചി ഇട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ഇഷ്ടം. ഇതെനിക്ക് സുമയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ബ്രൈഡൽ ഹെന്ന ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ മലബാർ ഏരിയയിൽ ഉള്ളവർക്ക് ആർക്കെങ്കിലും ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ യൂസർ നെയിം ഇവിടെ കൊടുക്കാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. നല്ല ഓർഗാനിക് ഹെന്ന ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ടൈനി ബിറ്റ് ഓഫ് മേക്കപ്പ്. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഈ വർഷം ഓഗസ്റ്റിൽ. അപ്പോൾ ഡ്രസ്സസ് ഒന്നും ഇതുവരെ എവിടെയും പോയി നോക്കിയിട്ടില്ല. അപ്പോൾ തിരൂർ തന്നെയുള്ള ഒരു സ്റ്റോറിൽ നമുക്ക് പോയി നോക്കാം, ജസ്റ്റ് ട്രയൽ ചെയ്യാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കല്യാണത്തിന് പോകാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരാൾ കുറച്ച് ദൂരം നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ ഇറങ്ങണ്ടേ? ഓക്കെ, ഞാൻ ഇറങ്ങാന്നാല് ഞാൻ അതിനെ വിളിച്ചോട്ടെ കേട്ടോ. എന്തോ കഴിഞ്ഞിക്കണേ? അങ്ങനെ എല്ലാവരും എത്തി റെഡിയായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ബൈക്ക് നിർത്തിയിട്ട് അവിടുന്ന് കാർ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ കല്യാണം കൂടി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നേരെ പോയത് അനുവിൻ്റെ വീട്ടിലാണ്. അനുവിൻ്റെ വീട്ടിൽ അനുവിൻ്റെ അമ്മ ചക്കപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയാണ് നമ്മളുടെ ബ്രൈഡൽ ഡ്രസ് ഷോപ്പിംഗ്. ഓഗസ്റ്റിലാണ് കേട്ടോ അനൂപാൻ്റെ കല്യാണം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ബ്രൈഡൽ ഡ്രസ്സസൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഒരു ഐഡിയ ഇല്ലാണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കാൻ വന്നതാണ്. അപ്പോൾ ഒരുപാട് ഡ്രസ്സസ് ട്രൈ ഒക്കെ ചെയ്ത് നോക്കി. ഇനിയും ഓരോ ഓപ്ഷൻസ് നോക്കിയിട്ട് ചൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങിയപ്പോഴേക്കും 6 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ എപ്പോഴും ഫ്ലവേഴ്സ് വാങ്ങുന്ന സ്റ്റോറിലും പോയി അവിടെ നിന്ന് കുറച്ച് ഫ്ലവേഴ്സും വാങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒരു വേസിലാക്കി വെക്കാം കേട്ടോ. ഞാനിങ്ങനെ വാങ്ങിക്കുന്ന ഫ്ലവേഴ്സൊക്കെ അധികം എയർ ഡ്രൈ ചെയ്യാറാണ് കേട്ടോ. അങ്ങനെ ഒന്നും വേസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ എയർ ഡ്രൈ ആയ ഫ്ലവേഴ്സൊക്കെ ഈ ഒരു പോട്ടിലാണ് വെക്കാറ്. രാവിലെ അൺബോക്സ് ചെയ്ത ലാമ്പാണ് കേട്ടോ ഇത് രാത്രി ആ ഒറ്റ ലൈറ്റിൽ മാത്രം കാണാനാണ് അതിൻ്റെ ഭംഗി.
അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ജേർണൽ വീഡിയോൻ്റെ തംബ്നെയിലും ഒന്ന് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. തംബ്നെയിൽ കണ്ടിട്ടാണല്ലോ നമ്മളുടെ വീഡിയോയിൽ എല്ലാവരും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത തംബ്നെയിലിന് അത് ക്ലിക്ക് ചെയ്യുന്ന റേറ്റ് കുറവാണെന്നാണ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് മാറ്റി വേറെ തംബ്നെയിൽ കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എഡിറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് ഐപാഡിലേക്ക് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിലാണ് ബാക്കി എഡിറ്റ്സൊക്കെ ഞാൻ ചെയ്യാറ്. ഐപാഡിൽ ഞാൻ പ്രോക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പെയ്ഡ് ആപ്പാണ്, 1 ടൈം പേയ്മെൻറ്റേ വരുന്നുള്ളൂ. പക്ഷേ 900 രൂപയോ അങ്ങനെ എന്തോ ആണ് ആയത്. അപ്പോൾ അതിൽ നമുക്ക് പിക്ചറിൻ്റെ മുകളിൽ ഇതുപോലെ വരക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ വേറെ ആനിമേറ്റ് ചെയ്യാനും ഇല്ലസ്ട്രേഷൻസ് വരക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതിലാണ് ബാക്കി എഡിറ്റ്സൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ തംബ്നെയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ല വീഡിയോസ് ആണെങ്കിലും നല്ല നമ്മളുടെ നീഷ് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനും ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാണല്ലോ നമ്മൾ പഠിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇതൊന്നും എല്ലാവർക്കും അറിയണമെന്ന് താല്പര്യമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. എന്നാലും അങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വല്ല മൂവിയോ അങ്ങനെ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ സിസ്റ്റർ ഫേസ് ടൈം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സിസ്റ്റർ 4 hours ബിഹൈൻഡാണ്. പ്രാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്, ചെക്ക് റിപ്പബ്ലിക്കിൽ. അപ്പോൾ അവിടെ രാത്രി ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ പാതിരാത്രിയായി. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞങ്ങൾ അധികവും സംസാരിക്കാറ്. അവിടെ ഇപ്പോൾ സ്പ്രിങ് സീസൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ താത്ത വാങ്ങിച്ച ട്യൂലിപ്പ് ഫ്ലവേഴ്സൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും സംസാരിക്കില്ലേ, അപ്പോൾ എന്തെങ്കിലും ഡൂഡിലൊക്കെ ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ സിസ്റ്ററിനെ തന്നെ ഡൂഡിൽ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.